ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ മന്തി. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഷെത്ത, പിന്നെ അങ്ങനെയല്ലാതെ മന്തി ചട്നി, മന്തി സോസ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പേരെന്ന് പറയുന്നത് ഷെത്തയാണ്. അപ്പോൾ അതിൻ്റെയും റെസിപ്പി ഇതിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ 1 കിലോ ചിക്കൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയാണോ അളവെന്നുള്ളത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ്, അപ്പോൾ അതൊന്നാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിനനുസരിച്ച് നോക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കളറ് ചേർക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണം വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കുറച്ച് കളറ് ചേർത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ പെപ്പർ പൗഡർ 1.5 ടീസ്പൂൺ, പിന്നെ ഇതിലേക്ക് ഞാൻ 1 മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, കാരണം ആ ചിക്കനിലൊക്കെ ഉള്ള ഒരു വെള്ളം ചിക്കൻ വേവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ചോറ് വേവിക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാനത് ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഇതുപോലെ ഡ്രൈഡ് ലെമണും പിന്നെ ബ്ലാക്കും ഗ്രീനും ആയിട്ടുള്ള ഏലയ്ക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളകും പട്ട ഗ്രാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീര്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കനിലെ ഈ ഒരു വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂണോളം കുറച്ച് അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചോറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോറിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഒരു പകുതി വേവാകുമ്പോൾ മാത്രമേ ഈ ചിക്കൻ സ്റ്റോക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇനിയിപ്പോൾ ചോറ് നല്ല വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്ന് വടിച്ചെടുക്കണം. അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ ചിക്കനിലെ വെള്ളം കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വടിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കളർ, അതായത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഈ കളർ, അതായത് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സ്മോക്ക് കൊടുത്താൽ അതിന് നമ്മൾ ആ മന്തിയിൽ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നല്ലപോലെ ഇതൊന്ന് സ്മോക്ക് കൊടുത്ത് നമുക്കൊരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കും. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഷെത്ത റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് വെളുത്തുള്ളി ഒരു 3 എണ്ണം, ഒരു പച്ചമുളക്, പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ഒരു 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയില മതി, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മന്തിയോടൊപ്പം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് മന്തി നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ 15 മിനിറ്റിന് ശേഷം അത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ മണമാണ് കേട്ടോ. നമ്മൾ ആ ചോറിൻ്റെയും ആ സ്മോക്കിൻ്റെയും ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി മണമാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറ് സെപ്പറേറ്റ് അങ്ങനെ ആക്കണ്ട, എല്ലാം നല്ലപോലെ ഒന്ന് ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ചൂട് ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ മന്തിയോടൊപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഷെത്തയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെയോടൊപ്പം ഇനി വേറെ ഒന്നും വേണ്ട, ഈ ഒരു ഷെത്ത കൂട്ടി കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.